ആദ്യഘട്ട മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതായത് ഗ്രൂപ്പ് റൗണ്ടിലെ ആദ്യഘട്ട മത്സരങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഗ്രൂപ്പ് എയിലേക്കാണ് ആദ്യം പോകുന്നത്. മെക്സിക്കോ, ദക്ഷിണ കൊറിയ, ഒപ്പം തന്നെ ചെക്ക് റിപ്പബ്ലിക്, സൗത്ത് ആഫ്രിക്ക. ഇതാണ് ഈ 4 ടീമുകളാണുള്ളത്. ഇതിൽ ഓരോ ജയം ഉള്ളത് മെക്സിക്കോയ്ക്കും സൗത്ത് കൊറിയയ്ക്കുമാണുള്ളത്. രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ ടീം മത്സരമാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ അത് ജയിക്കുന്നവർക്കായിരിക്കും കൂടുതൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുന്ന ഒരു പോരാട്ടം കൂടിയായിരിക്കും നാളെ രാവിലെ 6:30 നടക്കാനിരിക്കുന്നത്. ഇനി ഗ്രൂപ്പ് ബിയിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യ റൗണ്ടിലെ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം സമനിലയിൽ കലാശിച്ച ഒരു ഗ്രൂപ്പാണിത്. സ്വിറ്റ്സർലാൻഡും കാനഡയും ഖത്താറും ബോസ്നിയും അവരൊക്കെ തന്നെ അവരുടെ ആദ്യ മത്സരങ്ങളിൽ സമനിലയിൽ കുരുങ്ങിയായിരുന്നു. ഇനി ഗ്രൂപ്പ് സിയിലേക്ക് പോവുകയാണെങ്കിൽ ബ്രസീലിന്റെ ഗ്രൂപ്പാണ് അത്. പക്ഷേ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് ബ്രസീൽ ഒന്നാമത് കാണാനായിരുന്നു, അല്ലെങ്കിൽ എത്തുമെന്നൊക്കെ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ വളരെ അമ്പരപ്പിച്ചുകൊണ്ട് സ്കോട്ട്ലാൻഡാണ് പോയിന്റ് ടേബിൾ ഒന്നാമതുള്ളത്. അവർക്കാണ് ഒരു ജയം നേടാനായത്. മൊറോക്കോ, ബ്രസീൽ ഇവർക്ക് രണ്ടുപേർക്കും സമനിലയിൽ കുരുങ്ങേണ്ടി വന്നു. ഒപ്പം തന്നെ ഹെയ്ത്തിക്ക് ആദ്യ മത്സരത്തിൽ തോൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനി ഗ്രൂപ്പ് ഡിയിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡിയിൽ USA, ഓസ്ട്രേലിയ, തുർക്കിയ, പരാഗ്വേ ഈ ടീമുകളാണ്. ഇതിൽ ജയം നേടിയത് അമേരിക്കയും ഓസ്ട്രേലിയയുമാണ്. അവർ രണ്ടുപേരാണ് ആദ്യ മത്സരങ്ങളിൽ ജയിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ഗ്രൂപ്പ് ഡിയിലെ അവസ്ഥ. ഇനി ഗ്രൂപ്പ് എഫിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രൂപ്പ് ഇയിലേക്ക് പോവുകയാണെങ്കിൽ ജർമ്മനി, ഐവറി കോസ്റ്റ്, ഇക്വഡോർ, ക്യുറസാവോ. ഇതാണ്. ഇതിൽ ജർമ്മനിയും ഐവറി കോസ്റ്റുമാണ് ആദ്യ മത്സരങ്ങളിൽ ജയം നേടിയത്. ജർമ്മനിയുടെ ഒരു വമ്പൻ ജയം തന്നെയായിരുന്നു. 7-1 എന്ന സ്കോറിനാണ് ക്യൂറസാവോയെ തോൽപ്പിച്ചത്. ഐവറി കോസ്റ്റും അവസാന മിനിറ്റിലെ ഗോളിൽ, അമർ ഡിയാലോന്റെ ഗോളിൽ ഇക്വഡോറിനെ തോൽപ്പിക്കുന്ന കാഴ്ച കണ്ടു. ജർമ്മനി തന്നെ ഈ ഒരു ഗോൾ ഡിഫറൻസ് +6 എന്നൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് അവർ തന്നെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നേറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഗ്രൂപ്പ് എഫിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ സ്വീഡൻ ആദ്യ മത്സരത്തിൽ ജയിച്ചിരുന്നു. വലിയ വിജയം തന്നെയാണ് അവർ നേടിയത്. ജപ്പാനും അവരുടെ ആദ്യ മത്സരത്തിൽ പക്ഷേ സമനിലയിൽ കുരുങ്ങുകയായിരുന്നു. നെതർലാൻഡ്സിനെ അവർ സമനിലയിൽ കുരുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ട്യൂണീഷ്യയാണ് ആദ്യ മത്സരത്തിൽ സ്വീഡനോട് തോറ്റുപോയത്. അതും വലിയ മാർജിനിലാണ് തോറ്റുപോയത്. ഇനി ഗ്രൂപ്പ് ജിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ന്യൂസിലാൻഡാണ് നിലവിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ ഗ്രൂപ്പിലും ആർക്കും തന്നെ ജയമില്ല. അവിടുത്തെ എല്ലാ മത്സരങ്ങളും സമനിലയിൽ കലാശിക്കുകയായിരുന്നു. ഇറാൻ, ബെൽജിയം, ഈജിപ്ത് എന്നീ ടീമുകളാണ് ആ ഗ്രൂപ്പിൽ ഉള്ളത്, ജി ഗ്രൂപ്പിൽ ഉള്ളത്. ഇനി ഗ്രൂപ്പ് എച്ചിലേക്ക് പോവുകയാണെങ്കിൽ ഉറുഗ്വേ ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങി. ആ ഗ്രൂപ്പിലും ആർക്കും തന്നെ ജയമില്ല. ഉറുഗ്വേ, സൗദി അറേബ്യ, സ്പെയിൻ, കാബോ വെർദെ ഈ ടീമുകളൊക്കെ തന്നെ പോയിന്റ് പങ്കുവെക്കുകയാണ്. സ്പെയിൻ ഒരുപക്ഷെ ആദ്യ മത്സരത്തിൽ വലിയ വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ട് കാബോ വെർദെ സമനിലയിൽ കുരുക്കിക്കളഞ്ഞു. എന്തായാലും സ്പെയിൻ ഇപ്പോൾ നിലവിൽ 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഗ്രൂപ്പ് ഐയിലേക്ക് വരികയാണെങ്കിൽ നോർവേ ആദ്യ മത്സരത്തിൽ വമ്പൻ ജയം നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരാണ് പോയിന്റ് ടേബിളിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഫ്രാൻസ് അവർ ഒരു 2-1 ജയം നേടിയത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 3-1 ജയം നേടിയത് കൊണ്ട് തന്നെ അവർ 2-ാം സ്ഥാനത്താണ്. സെനഗലാണ് 3-ാം സ്ഥാനത്ത്. അവർ ഫ്രാൻസിനോട് തോറ്റുപോയതാണ്. ഇറാഖാണ് ഈ ഗ്രൂപ്പിൽ പോയിന്റ് ഇല്ലാത്ത മറ്റൊരു ടീം. ഇനി ഗ്രൂപ്പ് ജെയിലേക്ക് പോവുകയാണെങ്കിൽ അർജന്റീനയുടെ ഗ്രൂപ്പ്, അതാണ് ജെ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അർജന്റീന ആദ്യ മത്സരത്തിൽ വമ്പൻ ജയം തന്നെ നേടി. 3-0 ജയം അൾജീരിയക്കെതിരെ സ്വന്തമാക്കിയ അർജന്റീനയാണ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തുള്ളത്. ഓസ്ട്രിയ 2-ാം സ്ഥാനത്തുണ്ട്. അവർക്കും ആദ്യ മത്സരത്തിൽ ജോർദാനെതിരെ ഒരു 3 ഗോളിന്റെ ജയമൊക്കെ തന്നെ നേടാനായതുകൊണ്ട് അവരും ഓസ്ട്രിയയാണ് 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ജോർദാൻ 3-ാം സ്ഥാനത്തും അൾജീരിയ 4-ാം സ്ഥാനത്തും. ഇനി ഗ്രൂപ്പ് കെയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ കൊളംബിയ ഇന്ന് രാവിലെ നടന്ന മത്സരത്തിൽ ജയിച്ചു. അവരാണ് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കോങ്കോ വളരെ അപ്രതീക്ഷിതമായി പോർച്ചുഗലിനെ സമനിലയിൽ കുരുക്കിയ കോങ്കോയാണ് ഇപ്പോൾ നിലവിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പോർച്ചുഗൽ 3-ാം സ്ഥാനത്തും ഉസ്ബെക്കിസ്ഥാൻ അവസാന സ്ഥാനത്തുമാണ് ഈ ഗ്രൂപ്പിലുള്ളത്. ഇനി എൽ ഗ്രൂപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇംഗ്ലണ്ട് ആദ്യ മത്സരത്തിൽ വലിയ വിജയം ക്രൊയേഷ്യക്കെതിരെ നേടി. 4-2 ഒരു തകർപ്പൻ ജയം സ്വന്തമാക്കി അവർ ഗ്രൂപ്പ് എല്ലിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഘാന അവരും ജയിച്ചു കയറിയതാണ്. 1 ഗോളിനാണ് ജയിച്ചത്. അങ്ങനെ ഘാന 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു. പാനമ 1 ഗോളിന്റെ തോൽവി വഴങ്ങിയതാണ്. അവരാണ് 3-ാം സ്ഥാനത്ത്. ഗോൾ ശരാശരിയിൽ പിന്നിൽ പോയതുകൊണ്ട് തന്നെ ക്രൊയേഷ്യ കഴിഞ്ഞ ടൂർണമെന്റുകളിലും കഴിഞ്ഞ എഡിഷനുകളിലൊക്കെ തന്നെ വലിയ പ്രകടനം കാഴ്ചവെച്ച ക്രൊയേഷ്യക്ക് ഇത്തവണ എൽ ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്താണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.